വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കുടിക്കുന്നവരാണോ എങ്കിൽ രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ ഇടയുണ്ടെന്ന് പഠനം. അന്തരീക്ഷത്തിൽ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം വർദ്ധിക്കുന്നതായി പല പഠനങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും ഒക്കെ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ശരീരത്തിലെത്തി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ചും ഗവേഷണങ്ങൾ വന്നിട്ടുണ്ട്. വലിപ്പം കുറവായതിനാൽ മനുഷ്യകോശങ്ങളിലേക്കും രക്തത്തിലേക്കും എളുപ്പം കടന്നു ചെല്ലുന്ന ഇവ പ്ലാസന്റ വഴി ഗർഭശിശുവിലേക്ക് വരെ എത്തുന്നതിനെ കുറിച്ചും അടുത്തിടെ പഠനങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കുടിക്കുന്നത് രക്തസമ്മർദ്ദം വർദ്ധിക്കുവാൻ ഇടയുണ്ടെന്ന പഠനമാണ് പുറത്തു വന്നിരിക്കുന്നത്. മൈക്രോ പ്ലാസ്റ്റിക് എന്ന ജേണലിലാണ് ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചത്. പ്ലാസ്റ്റിക് കുപ്പികളിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിലൂടെ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ രക്തപ്രവാഹത്തിലെത്തുകയും രക്തസമ്മർദ്ദത്തിന് ഇടയാക്കുകയും ചെയ്യുമെന്നാണ് പഠനത്തിൽ കണ്ടെത്തിയത്. ഓസ്ട്രേലിയയിലെ ഡാനൂബ് പ്രൈവറ്റ് സർവകലാശാലയിലെ മെഡിസിൻ വിഭാഗം ഗവേഷകരാണ് പഠനം നടത്തിയത്. പ്ലാസ്റ്റിക് കുപ്പിയിൽ നിന്നുള്ള വെള്ളം കുടിക്കുന്നതിലൂടെ ഇക്കാരണം കൊണ്ടുണ്ടാകുന്ന രക്തസമ്മർദ്ദത്തിന്റെ തോത് കുറയ്ക്കാമെന്നും ഗവേഷകർ പറയുന്നുണ്ട്. മൈക്രോ പ്ലാസ്റ്റിക് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയാനായി പ്ലാസ്റ്റിക് കുപ്പിയിലെ വെള്ളം കുറയ്ക്കുകയും പൈപ്പ് വെള്ളം തിളപ്പിച്ച് ഫിൽട്ടർ ചെയ്ത് ഉപയോഗിക്കാമെന്നും ഗവേഷകർ പറയുന്നുണ്ട്. മൈക്രോ പ്ലാസ്റ്റിക് ഹൃദയാഘാതത്തിനും പക്ഷാഘാതത്തിനും ഇടയാക്കുന്നതിനെ കുറിച്ചും അടുത്തിടെ പഠനം പുറത്തു വന്നിരുന്നു. രക്തധമനികളിൽ മൈക്രോ പ്ലാസ്റ്റിക് സാന്നിധ്യം കണ്ടെത്തിയതോടെയാണ് ഇത് ഹൃദയാഘാതത്തിനും പക്ഷാഘാതത്തിനും സാധ്യത വർദ്ധിപ്പിക്കുമെന്നും കാമ്പാനിയ സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷകർ വ്യക്തമാക്കിയത്. നേരത്തെ മുലപ്പാലിലും പ്ലാസ്റ്റിക് മാലിന്യം കടന്നുകൂടിയതിനെ സംബന്ധിച്ച് പഠനം വന്നിരുന്നു. PVC, പോളിലെത്തിൻ, പോളിപ്രോപ്പിലിൻ എന്നിവയാണ് പ്രധാനമായും കടന്നുകൂടിയതെന്നും പ്ലാസ്റ്റിക് കവറിലാക്കിയ ഭക്ഷണം കഴിക്കുന്നത് മുതൽ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വരെ ഇതിന് കാരണമായിട്ടുണ്ടെന്നും പഠനത്തിലുണ്ടായിരുന്നു. എന്താണ് മൈക്രോ പ്ലാസ്റ്റിക്? ലോകത്ത് ഓരോ വർഷവും ഉൽപ്പാദിപ്പിക്കുന്നത് 45 കോടി ടൺ പ്ലാസ്റ്റിക് ആണ്. ഇതിൽ ഭൂരിഭാഗവും മാലിന്യ കൂമ്പാരത്തിലെത്തും. കാലക്രമേണ പൊട്ടിയും പൊടിഞ്ഞും ചെറു കഷ്ണങ്ങളാകും. കൃത്രിമ നാരുകളാൽ ഉണ്ടാക്കപ്പെടുന്ന തുണിത്തരങ്ങൾ കഴുകുമ്പോൾ പോലും പ്ലാസ്റ്റിക് കണങ്ങൾ വെള്ളത്തിലും മണ്ണിലും കലരും. പ്ലാസ്റ്റിക്കിൽ നിന്ന് വിഘടിക്കുന്ന ചെറു പ്ലാസ്റ്റിക് പദാർത്ഥങ്ങളാണ് മൈക്രോ പ്ലാസ്റ്റിക്. 5 മില്ലിമീറ്ററിന് താഴെ വലിപ്പം. പ്ലാസ്റ്റിക് വലകൾ, കുപ്പികൾ, സഞ്ചികൾ തുടങ്ങിയ സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെയും ഋതുഭേദങ്ങളുടെയും ഫലമായി പൊടിഞ്ഞാണ് ചെറു കണികകളാവുന്നത്. നൈലോൺ, പോളിലെത്തിൻ, പോളിപ്രൊപ്പലിൻ, പോളിസൾഫോൺ എന്നിവയാണ് പ്രധാനമായും കാണുന്നത്. ശരീരത്തിലെത്തുന്നത് 3 വഴികളിലൂടെ. പ്രധാനമായും 3 വഴികളിലൂടെയാണ് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ശരീരത്തിലെത്തുന്നത്. ഭക്ഷണത്തിലൂടെ, ശ്വസനത്തിലൂടെ, അന്തരീക്ഷത്തിലെ കണികകളിൽ നിന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വഴി ത്വക്കിലൂടെ എന്നിങ്ങനെയാണ്. ശ്വാസകോശത്തിന്റെ ഉള്ളറകളിൽ പ്ലാസ്റ്റിക്കിന്റെ സൂക്ഷ്മ അംശങ്ങൾ കണ്ടെത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. വായുനാളം ഏറ്റവും നേർത്തതായതിനാൽ അതിലൂടെ പ്ലാസ്റ്റിക് കണികൾ അരിച്ചിറങ്ങിയില്ലെന്നാണ് ഗവേഷകർ മുമ്പ് കരുതിയിരുന്നത്. ഓരോ മണിക്കൂറിലും മനുഷ്യർ 16.2 പ്ലാസ്റ്റിക് ശകലങ്ങൾ ശ്വസിക്കുന്നതായി 2022 നടത്തിയ ഒരു പഠനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സൂക്ഷിക്കാം. പ്ലാസ്റ്റിക് തരികൾ ഉണ്ടാകാനിടയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ടൂത്ത് പേസ്റ്റ്, സിന്തറ്റിക് തുണിത്തരങ്ങൾ എന്നിവ കഴിവതും ഒഴിവാക്കുക. പാക്കറ്റ് ഭക്ഷണങ്ങളും പാനീയങ്ങളും പരമാവധി ഒഴിവാക്കാം. പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക. പുകയും പൊടിയുമുള്ള മാലിന്യമായ അന്തരീക്ഷത്തിൽ നിന്നും അകന്നു നിൽക്കുക. മൈക്രോ പ്ലാസ്റ്റിക് കുറവടങ്ങിയ തുണികൾ കഴിവതും ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.